ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ രൂപീകരിക്കേണ്ടുന്ന പുതിയ താലൂക്കിന്റെ ആസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. കടയ്ക്കൽ ആസ്ഥാനമാക്കി താലൂക്ക് വേണമെന്ന ആവശ്യവുമായി കടയ്ക്കലിൽ രൂപീകരിച്ച ആക്ഷൻ കൌൺസിലിന്റെ സമരപരിപാടികൾ മുൻ എംഎൽഎ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതേസമയം ചടയമംഗലം ആസ്ഥാനമാക്കി താലൂക്ക് വേണമെന്ന് വാദിക്കുന്നവർ പ്രയാറിനെതിരെ രംഗത്തുവന്നു. കടയ്ക്കൽ ഉൾപ്പെടുന്ന ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ മുൻ എംഎൽഎയാണ് പ്രയാർ. എംഎൽഎ ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രയാറിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് ചടയമംഗലം പഞ്ചായത്തിൽ നിന്നാണെന്നും കടയ്ക്കൽ കേന്ദ്രമാക്കി പുതിയ താലൂക്ക് രൂപീകരിക്കുന്നതിനെ പ്രയാർ പിന്തുണയ്ക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നുമാണ് ചടയമംഗലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പറയുന്നത്. പ്രയാറിന്റെ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് എസ് സുധീർ പറഞ്ഞു. കടയ്ക്കൽ നടന്ന യോഗത്തിൽ കോൺഗ്രസിന്റെ എക്സ് എംഎൽഎ പ്രയാർ ഗോപാലകൃഷ്ണപിള്ള പങ്കെടുത്തത് യാതൊരുവിധമായ രീതിയിലും യൂത്ത് കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏത് പാർട്ടി നേതാവെന്നുള്ള രീതിയിൽ മുഖം നോക്കാതെ ശക്തമായ നടപടിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന് ഇതിനു മുമ്പിരുന്ന LDF സർക്കാരിന്റെ കാലത്ത് താലൂക്ക് അനുവദിക്കുമെന്ന് പല വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനം ഉണ്ടായിട്ടും ചടയമംഗലം കേന്ദ്രീകരിച്ച് യാതൊരുവിധമായ പ്രവർത്തനങ്ങളിലും മുന്നിരുന്ന MLA ബന്ധപ്പെട്ടിട്ടുമില്ല, ഒന്നുമില്ല. ഇപ്പോഴും പുള്ളിക്കാരൻ തന്നെയാണ് MLA പലതും മാറി വന്നാലും നമുക്ക് താലൂക്ക് അനുവദിക്കാൻ ഒരു കാര്യവും മുമ്പോട്ടുള്ള രീതികളൊന്നും ചെയ്യുന്നില്ല. കടയ്ക്കൽ ആസ്ഥാനമായി താലൂക്ക് രൂപീകരിക്കാൻ പറ്റില്ല. ചടയമംഗലം കേന്ദ്രീകരിച്ച് തന്നെ താലൂക്ക് വേണം. ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.